പ്രിയമുള്ളവരെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി, ജനരോഷം എതിരെ ആഞ്ഞു വീശിയ ഒരു മുന്നണിയാണ് LDF മുന്നണി എന്ന് നമുക്കറിയാം. ഇത്രമാത്രം ഭീമമായ ഒരു പരാജയത്തിന് എന്താണ് കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ കാര്യമായിട്ട് ജനശക്തി ഈ LDFനെതിരെ തിരിയാനുള്ള പ്രധാന വിഷയങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ കാണുന്നില്ല. UDFന്റെ മികവ് കൊണ്ടാണോ ജയിച്ചത് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. UDFന് തീരെ ജനങ്ങളുടെ വിശ്വാസ്യത ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. പൗരത്വ വിഷയത്തിലും മറ്റുമൊക്കെ ആ UDFന്റെ പ്രധാന മുന്നണി പാർട്ടി എടുത്ത സമീപനങ്ങൾ ജനങ്ങൾക്കൊന്നും സ്വീകാര്യമല്ലായിരുന്നു. എന്നിട്ട് പോലും അവിടെ UDF പോലും ആഗ്രഹിക്കാത്ത മികച്ച വിജയം, ലക്ഷങ്ങളുടെ ഭൂരിപക്ഷം ഓരോ മണ്ഡലങ്ങളിലും കിട്ടുന്ന രീതിയിലുള്ള ഒരു വിജയമാണ് UDFന് ലഭ്യമായത്. LDF ഇറക്കിയ സ്ഥാനാർത്ഥികൾ പത്തരമാറ്റുള്ള, അവർക്ക് ഇറക്കാൻ പറ്റിയതിൽ വെച്ച് ഏറ്റവും ഉന്നതന്മാരായ സ്ഥാനാർത്ഥികളാണ് അവിടെ ഇറക്കിയത്. പക്ഷേ പരാജയം വന്നു. രാജ്യത്ത് വികസനമില്ലാത്ത കുഴപ്പമാണ് എങ്കിൽ അങ്ങനെ ഒരു കുഴപ്പം ഇവിടെ പറയാൻ ആർക്കുമില്ല. റോട്ടിലേക്കും നാട്ടിലേക്കുമൊക്കെ ഇറങ്ങിയാൽ ഈ LDF ചെയ്ത സർക്കാരിന്റെ മേന്മയും വികസനവുമാണ് കാണാനുള്ളത്. കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മുഖ്യമന്ത്രി, ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രി എന്ന് എല്ലാവരും വിലയിരുത്തുകയും നിരന്തരം ഓരോ ദിവസവും കേരളത്തിന്റെ ഭരണ നൈപുണ്യത്തിനെ കുറിച്ച് മാർക്കുകൾ, പോയിന്റുകൾ കൂടുതൽ ലഭ്യമായിക്കൊണ്ടിരിക്കുകയുമാണ്. കേരളം മോശമാണ് എന്ന് ഇപ്പോഴും പ്രതിപക്ഷവും നേതാവും ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് എങ്കിലും ഇന്നലെയും കേരളത്തിന്റെ മാറ്റ് ഇന്ത്യയിൽ വളരെയധികം ഉന്നതമാണ് എന്നും മുമ്പ് വന്ന അതിനേക്കാളും 4 പോയിന്റ് മുന്നിലാണ് എന്നുമൊക്കെ അറിയിക്കുന്ന രീതിയിലാണ് അവരുടെ ആ അറിയിപ്പുകളും സെലക്ഷനും ഒക്കെ ഉള്ളത്. പിന്നെ ഇങ്ങനെ വികസനമില്ലായ്മയല്ല, സ്ഥാനാർത്ഥിയുടെ മോശമല്ല, UDFന്റെ മികവല്ല, പിന്നെ എന്തുകൊണ്ട് LDF പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ ശക്തമായി ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്കാണ്, അത് നിയമസഭയിലേക്കല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാമെങ്കിലും ശക്തമായ ജനവികാരം എതിരെ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള ചില കാരണങ്ങൾ പ്രത്യേകമായിട്ടുണ്ട്. നമ്മുടെ ഒന്നാമതായിട്ട് പോലീസിന്റെ രാജ്, ഇരട്ട നീതിയാണ് പോലീസ് ഇവിടെ നടപ്പിലാക്കിയതായി നമുക്ക് കാണാൻ കഴിഞ്ഞത്. ശശികല പോലെയുള്ള സംഘികളിൽപ്പെട്ട ആർക്കെങ്കിലും വലിയ കേസ് വന്നാലും അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല, ജയിലിലാക്കപ്പെടുന്നില്ല. അതേസമയം ഏതെങ്കിലും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഏതെങ്കിലും ചർച്ചിന്റെയോ അമ്പലത്തിന്റെയോ മുമ്പിൽ എന്തെങ്കിലും കളി നടത്തി അതിന്റെ പേരിൽ അറസ്റ്റിലാക്കപ്പെടുന്നു. ഇങ്ങനെ ഇരട്ട നീതി, അഥവാ ന്യൂനപക്ഷത്തിന് ഈ യാതൊരു സ്വാധീനവും ഒരു അംഗീകാരവും ഇല്ലാത്ത രീതിയിലുള്ള പോലീസ് നടപടി, അത് ഭരണപക്ഷത്തിന്റെ കേടാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആഭ്യന്തര വകുപ്പ് വഹിക്കുന്ന മുഖ്യമന്ത്രിയും അതുപോലെ ഈ ഭരണകൂടവുമൊക്കെ ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. അത് പോലീസിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞു മാറാൻ കഴിയില്ല. ആ പോലീസിനെ നിലക്ക് നിർത്തേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. പ്രധാനമായും ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് ഒന്ന്. രണ്ടാമത് സാധാരണ ജനങ്ങളുമായുള്ള ബന്ധം, കഴിഞ്ഞ LDF സർക്കാർ ജനങ്ങളുമായി സ്ഥാപിച്ചെടുത്തിരുന്ന ബന്ധം ഇപ്പോൾ നഷ്ടപ്പെട്ടു. സാധാരണ ജനങ്ങൾ അവരിൽ അർപ്പിച്ചിരുന്ന വിശ്വാസങ്ങളെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് കുറെ ആരോപണങ്ങൾ പല പ്രതിപക്ഷ നേതാക്കളും മറ്റുമൊക്കെ പറഞ്ഞുവെങ്കിലും ഒന്നും തെളിയിക്കാൻ കഴിയാതെ മുന്നോട്ട് പോയെങ്കിലും ഒരു സമയത്ത് പോലും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മകളോ വന്നുകൊണ്ട് അതിനെതിരെ പ്രതികരിച്ച് വായടപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല. ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ആരോപണങ്ങൾ ശരി തന്നെയാണ് എന്നാണല്ലോ. അപ്പൊ അതെല്ലാം തെരഞ്ഞെടുപ്പിൽ നല്ലവണ്ണം അങ്ങോട്ട് ഏശി. അതാണ് പരാജയത്തിന്റെ മറ്റൊരു കാരണം. ഇതിനെക്കുറിച്ച് പാർട്ടിയും ആധികാരികമായിട്ടൊന്നും പറഞ്ഞില്ല. അതേസമയം മുമ്പൊക്കെ ആരോപണങ്ങൾ പല മാർക്സിസ്റ്റ് നേതാക്കന്മാരെ കുറിച്ചും വന്നിരുന്നു. ബിനീഷ് കോടിയേരിയെ കുറിച്ച് വന്നിരുന്നു. ആ സമയത്ത് CPMന്റെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. ആ പിതാവ് വിഷയത്തിൽ ഇടപെടുകയോ അതിനെക്കുറിച്ച് പറയുകയോ അവരെ കൊണ്ട് കാര്യങ്ങളെല്ലാം മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് വഹിക്കട്ടെ എന്ന രീതിയിൽ അവർക്ക് വിടുകയായിരുന്നു. ഇതുപോലെയുള്ള ഒരു പ്രഖ്യാപനം പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ സംശയം വന്നു. പിന്നെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഭരണം നടത്തുന്ന
നല്ല ഇച്ഛാശക്തിയുള്ള പറഞ്ഞത് നടപ്പിലാക്കുമെന്ന് ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടിരുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി ജയശങ്കറിനെ പോലെയുള്ള കുറെ സവർണന്മാര് ഇറങ്ങിത്തിരിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഭരണം ഒന്ന് തകർക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ കാരണഭൂതർ എന്നും മറ്റു മരുമകനെ കുറിച്ച് മോശമായ അഭിപ്രായങ്ങളൊക്കെ നിരന്തരം പറയുക എന്നത് അദ്ദേഹത്തിന്റെ ഒരു ഹോബിയാക്കി മാറ്റി. അങ്ങനെ അത് ഏറ്റുപിടിക്കാൻ കുറെ മാധ്യമങ്ങളും ആ പ്രചരണത്തിനെതിരെ ശക്തമായ മറുപടി ഉണ്ടായില്ല എന്നതും ഒരു പ്രശ്നം തന്നെയാണ്. അതുപോലെ മുമ്പ് കാലത്തുണ്ടായിരുന്ന മന്ത്രിമാരൊക്കെ ജനങ്ങൾ അറിയപ്പെട്ടവരും ജനങ്ങൾക്ക് മുമ്പിലുള്ളവരുമായിരുന്നു. ഇപ്പോഴത്തെ മന്ത്രിമാർ ഓരോ വകുപ്പിന്റെയും ആരാണെന്ന് പേരുകൊണ്ട് പോലും ആർക്കും അറിയാത്ത രീതിയാണ്. ഇവര് നവകേരള യാത്രയൊക്കെ നടത്തിയെങ്കിലും മന്ത്രിമാരെ വേർതിരിച്ചറിയാൻ ജനങ്ങൾക്ക് പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് മറ്റൊരു പരാജയ കാരണം. അതുപോലെ LDFന്റെ പ്രവർത്തകന്മാരിൽപ്പെട്ട പലരും ഇത്തവണ വോട്ട് ചെയ്യാൻ വന്നില്ല എന്നതും ഒരു ദുരൂഹമായ സാഹചര്യമായി അവശേഷിക്കുകയാണ്. എല്ലാ തവണയും ശതമാനം കുറഞ്ഞാൽ LDFന് മുൻതൂക്കം കിട്ടുമെന്ന് പ്രവചിക്കാറുണ്ട് എങ്കിലും ഇപ്രാവശ്യം പലയിടത്തും വോട്ടെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള വിലയിരുത്തൽ അങ്ങനെയായിരുന്നു. ശതമാനം കുറഞ്ഞത് LDFന്റെ വോട്ട് മുഴുവനും പെട്ടിയിലായതും മറ്റത് ചെയ്യാത്തതുമാണ് എന്നൊക്കെയാണ് വിലയിരുത്തപ്പെട്ടത്. പക്ഷേ വോട്ടെണ്ണിയപ്പോൾ LDFന്റെ വോട്ടർമാരാണ് വരാതിരുന്നത് എന്നും മറ്റുമൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ കേരളത്തെ ആകെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുന്ന ഞെരുക്കിക്കളയുന്ന ഒരുപാട് പദ്ധതികൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ജനങ്ങളോട് തുറന്നു പറഞ്ഞ് സാമ്പത്തിക മാന്ദ്യത്തിനും അതുപോലെ ട്രഷറി നിയന്ത്രണങ്ങൾക്കൊക്കെ കാരണമായത് കേന്ദ്രം നൽകേണ്ട വിഹിതം നൽകാത്തതാണ് എന്ന് ഒറ്റയിട്ട് പറയുകയും അതേസമയം സംസ്ഥാന വ്യാപകമായി അത് പ്രചരിപ്പിച്ച് ജനങ്ങളെ കൊണ്ട് അത് ഏറ്റെടുപ്പിക്കുകയും ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതിന് പാർട്ടി തയ്യാറായില്ല എന്നത് ഒരു പ്രധാന പ്രശ്നമാണ്. പിന്നെ പാർട്ടിക്കാരല്ലാത്തവരെ പ്രത്യേകം പരിഗണിക്കുന്ന ഒരവസ്ഥ ഇല്ലാതെയായി. എവിടെയാണെങ്കിലും പാർട്ടിക്കാരാവുക എന്ന ഒരു പ്രധാന വിഷയം അവർ മുന്നോട്ട് വെച്ചു. പിന്നെ മാധ്യമങ്ങളുടെ എതിർപ്പ് എന്നുള്ള ഇടതുപക്ഷ സർക്കാരിന് എല്ലാ കാലത്തും ഉള്ളതാണ്. കഴിഞ്ഞ പിണറായി വിജയൻ എല്ലാ മാധ്യമങ്ങളോടും പ്രതിപക്ഷത്തിനോടും ഏറ്റുമുട്ടിയിട്ടാണ് 100 സീറ്റ് 99 സീറ്റ് നേടിയത്. അങ്ങനെയുള്ള മാധ്യമങ്ങൾ ഈ LDF തുടരുന്നതിനോട് താല്പര്യമില്ലാത്തവരാണ്. അപ്പൊ ആ മാധ്യമങ്ങൾ ശക്തമായി LDFനെതിരെ പ്രവർത്തിച്ചു എന്നതും ഒരു കാരണമാണ്. അതിനെതിരെ മറുപടി പറയാൻ കേവലം ഒരു കൈരളിയും ഒരു ദേശാഭിമാനിയും മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്, കുറച്ച് ഏതാനും ആളുകളുടെ FB പോസ്റ്റും. അതുകൊണ്ടൊന്നും അത് അടക്കാൻ കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെയെങ്കിലും മന്ത്രിയാണെന്ന് വിചാരിക്കുന്ന പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഉറഞ്ഞുതുള്ളലും മറ്റൊക്കെ ആയപ്പോൾ ജനങ്ങൾ ഇത് സത്യമാണെന്ന് മനസ്സിലാക്കി. അതിനുള്ള മറുപടികളൊന്നും വരാതിരുന്നത് കൊണ്ട് പിന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബാലന്റെ പരാമർശം, അദ്ദേഹം പറഞ്ഞത് പാർട്ടിക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, പെരിച്ചായോ അതുപോലെയുള്ള ചിഹ്നങ്ങളൊക്കെ സ്വീകരിക്കേണ്ടി വരും, പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടുന്നതിനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്, ഇന്ത്യ സഖ്യത്തിന്റെ ഭരണം കേന്ദ്രത്തിൽ വരാനാണ് UDF വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ അതാണ് വിശ്വസിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഈ ബാലൻ ഏറ്റവും വലിയ വിവരക്കേട് വിളമ്പിയിട്ടുണ്ട്. ഓരോ മണ്ഡലങ്ങളിലും 2000 വോട്ട് പോലും തികയാതെ SDPIയുടെ വോട്ടും ജമാഅത്തിന്റെ വോട്ടുമാണ് UDFന്റെ വിജയത്തിന് കാരണമെന്ന് തീരെ ദിശാബോധമില്ലാത്ത, വിലയിരുത്താൻ അറിയാതെ, രാഷ്ട്രീയത്തിന്റെ ബാലപാഠം പോലും പഠിക്കാത്ത ബാലന്റെ പ്രസ്താവന ജനങ്ങൾക്ക് ആകെ ഏശിപ്പോയി. ഈ പ്രസ്താവന നേരത്തെ വന്നിരുന്നുവെങ്കിൽ ഇതിലേറെ അപകടകരമായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ആകെ ഓരോ മണ്ഡലത്തിലും 2000-ഓ 500-ഓ വോട്ടുള്ള ജമാഅത്തിന്റെയും SDPIയുടെയും വോട്ട് കൊണ്ടാണ് ഈ ലക്ഷങ്ങൾ മറിഞ്ഞത്, ലക്ഷങ്ങൾക്ക് UDF ജയിച്ചത് എന്ന് പറയുമ്പോൾ അത് ബുദ്ധിയുള്ള ഒരാൾ തന്റെ ഇടത്തോടുകൂടെ പറയില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുമല്ലോ. ഇങ്ങനെയുള്ള ഉൾക്കാമ്പ് കാലിയായി പോയിട്ടുള്ള കുറച്ച് നേതാക്കന്മാരാണ് അതിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും ഇവരുടെയൊക്കെ നീക്കം കണ്ടാൽ. മുമ്പൊക്കെ പിണറായി സർക്കാർ മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഇവിടെ വരുന്ന പൗരത്വ പ്രശ്നത്തിനും മറ്റുമൊക്കെ ഒരു സുരക്ഷിതമായ കവചം ഒരുക്കിയിരുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ കൂടെ നമ്മളുണ്ടാകും. അതുപോലെ മഹാമാരികൾ വന്നപ്പോൾ നമ്മൾ രംഗത്തിറങ്ങിക്കൊണ്ട് മുന്നിൽ നിന്നുകൊണ്ട് നയിക്കാൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അന്ന് കൊടുത്തിരുന്ന സുരക്ഷാബോധം ഇപ്പോൾ ഇല്ലാതെയായി. തെരഞ്ഞെടുപ്പിന്റെ പല രംഗത്തും പല ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നിടത്ത് പ്രചരണത്തിന് പോകാൻ തയ്യാറായില്ല. അതിന് ഏറ്റവും വലിയൊരു പ്രശ്നം ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് വന്നുകൊണ്ട് തന്നെ എന്തുകൊണ്ട് പിണറായി അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന വിവരക്കേട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ക്ഷുഭിതനാവും. അങ്ങനെ അതുകൊണ്ടാ മറ്റോ അറിയില്ല, അദ്ദേഹം പ്രചരണ രംഗത്തുണ്ടായില്ല എന്നത് വലിയ ഒരു പ്രശ്നമായി പോയി ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ജനങ്ങള്
BJPയെ ഒറ്റപ്പെടുത്താൻ കേരളത്തിൽ മാത്രം പണിയെടുത്താൽ പോരാ, കേന്ദ്രത്തിൽ പണിയെടുക്കണം. അതിനുവേണ്ടി കേരളത്തിന്റെ സംഭാവന ഇല്ല, മുഖ്യമന്ത്രി അതിനുമായി സഹകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ജനങ്ങൾക്ക് വിരക്തി അനുഭവപ്പെട്ടു. അതുകൊണ്ട് ജനങ്ങൾ അവിടെയും തിരിഞ്ഞു കുത്തുന്ന അവസ്ഥയുണ്ടായി. പിന്നെ അതുപോലെ കരിവന്നൂർ ബാങ്ക് കൊള്ള കവർച്ച കേസ്, അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പാർട്ടി നേരിടേണ്ടി വന്നു. ജനങ്ങൾക്ക് ഒപ്പം നിൽക്കേണ്ട പാർട്ടി ജനങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച കണ്ടു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വെടുത്തു. അതുപോലെ തെരഞ്ഞെടുപ്പിന്റെ മുറ്റത്ത് വെച്ച്, നാളെ വോട്ടെടുപ്പാണെങ്കിൽ ഇന്നാണ് ജയരാജൻ ജാവദേക്കറുമായി കണ്ടുമുട്ടി ചർച്ച നടത്തി എന്ന ചർച്ച വന്നത്. അതിനെക്കുറിച്ച് യാതൊരു തീരുമാനവും ഉണ്ടായില്ല. ഓരോരുത്തരെയും വിളിച്ച് അന്വേഷിച്ച് അതിൽ അങ്ങനെ സമയബന്ധിതമല്ലാത്ത, യോജിക്കാത്ത സമയത്തുള്ള ഈ കാണലും മറ്റൊക്കെ ആണെങ്കിൽ അതിന് കൊടുക്കേണ്ട താക്കീത് കൊടുക്കാതെ പാർട്ടി അയവഴമ്പൻ സമീപനം സ്വീകരിച്ചു. അതുകൊണ്ട് ജനങ്ങൾക്ക് BJPയുമായി മാർക്സിസ്റ്റ് പാർട്ടി അടുക്കുകയാണോ എന്ന് സാമാന്യ ബുദ്ധിയില്ലാത്ത കുറെ ജനങ്ങൾക്ക് തോന്നിപ്പോയി. അതുകൊണ്ട് ജനങ്ങൾ അത്തരക്കാരൊക്കെ ഈ LDFനെതിരെ വോട്ട് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പത്തെ ഏകദേശം ദിവസങ്ങളിലാണ് കണ്ണൂരിൽ ബോംബ് പൊട്ടിയത്. അത് ഇടതുപക്ഷത്തിന് കേരളത്തിൽ ഒന്നാകെ ഒരു വലിയ നെഗറ്റീവ് സൃഷ്ടിച്ചു. അതും ഇവർ പരാജയപ്പെടാൻ ഒരു കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുമ്പൊക്കെ എന്തൊക്കെ ആക്ഷേപങ്ങൾ വന്നാലും മുഖ്യമന്ത്രി വൈകുന്നേരം 1 മണിക്കൂർ നേരം പത്രസമ്മേളനം നടത്തിയാൽ എല്ലാവിധ ആരോപണങ്ങളും മഞ്ഞുപോലെ ഉരുകിപ്പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. കുറെ കാലമായി മുഖ്യമന്ത്രി ആ രംഗത്ത് സജീവമായില്ല. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ പ്രതിപക്ഷവും മറ്റുമൊക്കെ നടത്തിയെങ്കിൽ ആ നടത്തിയതൊക്കെ അന്തരീക്ഷത്തിൽ ഉണ്ടാവുകയും ജനങ്ങൾ അത് ശരിയാണ് എന്ന് മറുപടി കിട്ടാതെ ഉൾക്കൊള്ളുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള ഒരു പ്രതികരണമായിക്കൊണ്ടും ജനങ്ങളുടെ ഈ മുന്നേറ്റം, ഈ വോട്ടിംഗ് ഉണ്ടായി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നവകേരള സദസ്സ് കേരളത്തിനെ ആകർഷിച്ച ഒരു പരിപാടിയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങി മന്ത്രിമാർ മുഴുവനും വന്ന് കണ്ട് എന്നുള്ളത് വളരെയധികം പ്രോത്സാഹനകരമായ കാര്യമാണെങ്കിലും ആ സമയത്ത് അതിനെതിരെ നീങ്ങിയ പ്രതിപക്ഷ പാർട്ടിക്കാരെ അക്രമത്തിലൂടെ നേരിട്ട പോലീസ്, അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെയും ജനങ്ങൾ തിരിഞ്ഞുകുത്തുന്ന അവസ്ഥയുണ്ടായി. അതാണ് മറ്റൊരു പ്രശ്നം. അതുപോലെ പറയുകയാണെങ്കിൽ പിന്നീട് ജനങ്ങളെ മൊത്തം ബാധിക്കുന്ന, അഥവാ ജനങ്ങളെ എല്ലാവരെയും ബാധിക്കുന്ന, അല്ലെങ്കിൽ പുതിയ വീട് വെക്കുന്നവരെ ബാധിക്കുന്ന 1500-ഉം 2000-ഉം നികുതി ഉണ്ടായിരുന്നത് 25,000-ഉം 30,000-ഉം ആക്കി വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് ഈ സർക്കാരിന് ഒരു നേട്ടമില്ല, പഞ്ചായത്തിന് മാത്രമാണ് അതിന്റെ നേട്ടമുള്ളത്. അത് അസമയത്ത് തീരുമാനിക്കുകയും അത് ജനങ്ങൾ ശക്തമായി അതിനെതിരെ പ്രതികരിക്കുകയും അത് മുന്നണിയൊന്നുമില്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. പക്ഷെ അതിന്റെ വസ്തുത പറഞ്ഞ് മനസ്സിലാക്കാനല്ല, അങ്ങനെ 1000 ഉള്ളത് 20,000 ഒറ്റയടിക്ക് ആക്കുക എന്നുള്ളത് ഈ ദുന്യാവിൽ നടപ്പിലാക്കാൻ പറ്റിയ കാര്യമല്ല. അത് വിശദീകരിക്കാനുമില്ല, അതിന്റെ വിശദീകരണവും ഉണ്ടായില്ല. അത് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ആ ഗവൺമെന്റിനാണെങ്കിൽ അത് നടപ്പിലാക്കിയത് കൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന് ഒരു നേട്ടവും കിട്ടിയിട്ടുമില്ല. അപ്പൊ ആ രീതിയിലാണ് അതൊക്കെ മുന്നോട്ട് പോയത്. വീട്ടു നികുതി ഈ വിഷയത്തിൽ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ സർക്കാരിന്റെ തീരുമാനത്തിനെതിരായിരുന്നു. പിന്നെ പ്രതിപക്ഷം എപ്പോഴും ഈ ഭരണപക്ഷത്തിനെ തൂത്തെറിയാൻ വേണ്ടിയുള്ള പ്രചരണങ്ങളും ഒക്കെ നടത്തുമെന്ന് ഉറപ്പാണല്ലോ. മുസ്ലിം പ്രീണനമാണ് ഇടതുപക്ഷം നടത്തുന്നത് എന്നും കേരളത്തിൽ അനധികൃതമായി അവർ ജോലി നേടുന്നു എന്നും അധികാരങ്ങൾ നേടുന്നു എന്നും സംവരണം നേടുന്നു എന്നുമൊക്കെ പലരും പറഞ്ഞു നടന്നപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. യഥാർത്ഥ കണക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പാണ് പുറത്തു വന്നത്. അന്നെന്താണ്, എല്ലാ ശതമാനത്തിനേക്കാളും മുസ്ലിങ്ങളാണ് പിന്നോക്കം ജോലിയിലും സംവരണത്തിനും ഒക്കെ എന്ന് വ്യക്തമാക്കപ്പെട്ടു. ഇത് നേരത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞില്ല. മുസ്ലിം പ്രീണനം എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ഹിന്ദു വോട്ടുകൾ തട്ടാൻ വേണ്ടിയും മുസ്ലിങ്ങളല്ലാത്തവരുടെ വോട്ട് തട്ടാൻ വേണ്ടി മറുവിഭാഗം ശക്തമായ പ്രചരണം നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്ക് ചെയ്തിരുന്ന അമുസ്ലിങ്ങളായ ഹൈന്ദവരായ ഒരുപാട് ആളുകളുടെ വോട്ട്, നിഷ്പക്ഷ വോട്ടുകളും പാർട്ടി വോട്ടുകളും തന്നെ നഷ്ടപ്പെട്ടു. ഇതാണ് പരാജയത്തിന് മറ്റൊരു കാരണമുണ്ടായത്. പിന്നെ അതിനൊക്കെ പുറമെ LDF മനസ്സിലാക്കാത്ത, അവരുടെ ബുദ്ധി മരവിച്ചു പോയ ഒരു കാര്യമാണ് സമസ്തയുടെ വോട്ട് എന്ന് പറയുന്ന ഒരു സാങ്കല്പിക വോട്ട്. മലബാറിലെ ഏകദേശം 10-35 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന ലോക്സഭാ സീറ്റുകളിൽ LDF അടിപതറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സമസ്ത എന്നുള്ള തീരുമാനം, ഈ സമസ്തയുടെ വോട്ടുണ്ട് എന്നുള്ള ആശ്വാസത്തിൽ അവരിരുന്നു. യഥാർത്ഥത്തിൽ ഇവരുടെ വാക്ക് നാക്കും അല്ലാതെ ഒരു വോട്ട് പോലും അവരുടെ പെട്ടിയിൽ വീഴില്ല എന്ന് കഴിഞ്ഞകാല അനുഭവം കൊണ്ട് അവർ മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുണ്ടായില്ല.
മാർക്സിസ്റ്റ് പാർട്ടി വലിയ കേഡർ പാർട്ടിയാണ് എന്ന് പഴയകാലത്തൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത, ഒരു നിയന്ത്രണവും ഇല്ലാത്ത, അണികളിൽ ഒരു നിയന്ത്രണവും ഇല്ലാത്ത പാർട്ടിയായി അത് അതപ്പതിച്ചിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇവരുടെ കണക്കുകൂട്ടൽ മുഴുവൻ തെറ്റുന്നതും. ഒരു അപ്പുറത്തുള്ള ഒരു വിഭാഗത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് പിന്തുണ വാക്കുകൊണ്ട് പറയുന്നുണ്ട് എങ്കിലും അവർ ശാരീരികമായിട്ടോ വോട്ടിംഗ് കൊണ്ടോ നമ്മളെ പിന്തുണയ്ക്കില്ല എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ലാതെയാണ് ചേളാരി വിഭാഗം എന്ന ഒരു വിഭാഗത്തിന്റെ ലീഗിന്റെ വോട്ട് ബാങ്കായിരുന്നല്ലോ അത് എന്നാണ് ഇവർ പറഞ്ഞത്. അതൊക്കെ നല്ലൊരു ശതമാനം നമുക്ക് കിട്ടും എന്ന് വിശ്വസിച്ച് നടന്നു. വിശ്വസിക്കുക മാത്രമല്ല, സമസ്തയുടെ വോട്ട് ഞങ്ങൾക്കാണ് എന്ന് പ്രചരിപ്പിച്ചു. യഥാർത്ഥത്തിൽ സമസ്ത എന്ന് പറയുന്നത് ആ വിഭാഗത്തിനെ കുറിച്ച് പറയുന്നത് തന്നെ ഇവർക്ക് യാതൊരു പ്രതിപരീക്ഷവുമില്ലാതെ ഇതുവരെയും പിന്തുണ നൽകിയ ഒരു വിഭാഗത്തെ ചൊടിപ്പിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ചരിത്രപരമായി പരിശോധിക്കാതെ, സമസ്ത ഏതാണെന്ന് മനസ്സിലാക്കാതെ നിരുപാധികം സമസ്തയുടെ വോട്ട് എന്ന് പറയുകയും അത് ചേളാരി സമസ്തയാണ് യഥാർത്ഥ സമസ്ത എന്ന് ഇവിടെയുള്ള ലീഗുകാർ പറയുന്നത് പോലെ ചുമത്തിക്കൊടുക്കുകയും ചെയ്തപ്പോൾ യാതൊരു പ്രതിപരീക്ഷവും കിട്ടാതെ ഇതുവരെയും എല്ലാ വോട്ടും നൽകിയിരുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവരെ ചൊടിപ്പിക്കുമെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി ഇവർക്കുണ്ടായില്ല. അവർ വിചാരിച്ചു നിരുപാധികമായി ഇവരുടെ വോട്ടൊക്കെ കിട്ടും, വോട്ടില്ലാത്ത ചേറാരിയെ വോട്ട് ബാങ്കാണെന്ന് വിശ്വസിച്ച് അവരുടെ കേഡർ സ്വഭാവവും രാഷ്ട്രീയപരമായുള്ള ബാലപാഠം പോലും അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് പോലും ഇല്ലാത്തൊരവസ്ഥ വന്നു. അവരൊക്കെ മനസ്സിലാക്കിയത് നല്ലൊരു ശതമാനം വോട്ട് ഇവരത് കിട്ടുമെന്നാണ്. അതുകൊണ്ടാണ് വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ള അബദ്ധധാരണയാൽ ജയരാജൻ വന്നുകൊണ്ട് മുക്കത്തുകാരൻ വീട്ടിലുള്ളവരെ വോട്ട് തന്നെ സ്വാധീനിക്കാൻ കഴിവുണ്ടോ എന്നറിയില്ല, മുക്കത്തുകാരനെ വന്ന് കാണുകയും അത് വലിയ വാർത്താ മാധ്യമങ്ങളിൽ കൊടുക്കുകയൊക്കെ ചെയ്തത്. ഇതിനർത്ഥം എന്താണ്? ഞങ്ങൾക്ക് നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. വോട്ട് എണ്ണിയപ്പോഴല്ലേ എല്ലാ പിന്തുണയും നമുക്ക് ബോധ്യപ്പെട്ടത്. അപ്പൊ യഥാർത്ഥത്തിൽ മലബാറിൽ അവർക്ക് അടിതെറ്റാനുള്ള കാരണം അവർക്ക് അടിയുറച്ച പിന്തുണ നൽകിയിരുന്ന വിഭാഗത്തെ ആ സമസ്ത എന്ന പേര് മറുവിഭാഗത്തിന് ചാർത്തി നൽകുകയും അവരുടെ വോട്ട് ബാങ്ക് ഞങ്ങൾക്കുണ്ട് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് അവരെ നിസ്സീമമായി ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ 10-40 വർഷത്തോളം 35 വർഷത്തോളം അവരെ പിന്തുണച്ചിരുന്ന വിഭാഗത്തിന്റെ അതൃപ്തി നേടി. ആ പിന്തുണച്ചിരുന്നവർക്ക് അർഹമായ സ്ഥാനം ഇവർ നൽകിയെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒരു ഹജ്ജ് കമ്മിറ്റിയോ മറ്റേതെങ്കിലും ഒരു മെമ്പർ സ്ഥാനമോ കൊടുത്തതുകൊണ്ടോ, ഈ ഹജ്ജ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഹജ്ജ് കമ്മിറ്റി റബ്ബർ സ്റ്റാമ്പ് പോലെയാണ്. ഒരു തീരുമാനം എടുക്കുവാനോ ഒരു പ്ലേറ്റ് നേരത്തെ ആക്കുവാനോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ അവസാനം ഗൾഫിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾ ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൊണ്ട് ലീവിന്റെ കുറവുകൊണ്ട് ആദ്യത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തപ്പെട്ടവരെ അവസാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടെങ്കിലും പോകാനോ അവരുടെ പാസ്പോർട്ട് വാങ്ങുന്ന ഡേറ്റ് ഒന്ന് മാറ്റി തീരുമാനിക്കാനോ പോലും പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ട് പോലും തീരുമാനം എടുക്കാൻ കഴിയാത്തതാണ് ഹജ്ജ് കമ്മിറ്റി എന്ന് പറയുന്നത്. അത് കേരളത്തിൽ ഹജ്ജ് കമ്മിറ്റിയുടെ അംഗങ്ങളുടെ കുഴപ്പമുണ്ടല്ല, അതിന്റെ സംവിധാനം അങ്ങനെയാണുള്ളത്. ഇങ്ങനെയുള്ളൊരു ഹജ്ജ് കമ്മിറ്റി കൊടുത്തുകൊണ്ട് എല്ലാം തന്നു എന്ന് അഹങ്കരിക്കുകയും ആ വിഷയത്തിൽ നമ്മുടെ വോട്ട് നിരുപാധികം എല്ലാ കാലത്തും കിട്ടുമെന്ന് വിചാരിക്കുകയും ചെയ്തവര് തെറ്റിദ്ധരിച്ചു പോയി. സുന്നികളുടെ വോട്ട് എന്ന് പറയുന്നത് അതിങ്ങനെ ചാർത്തി കൊടുക്കാനുള്ളതല്ല. അവരുടെ വിഷയങ്ങൾ പരിഗണിക്കുമ്പോൾ, അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി അനുകൂലമായി പ്രതികരിക്കുമ്പോൾ അതിനെ ചെയ്തു കൊടുക്കാനുള്ളതാണ് ആ വോട്ട്. ആ വോട്ട് കിട്ടാനുള്ള അവസ്ഥ ഇപ്രാവശ്യം സമസ്ത എന്ന് പറയുന്ന യഥാർത്ഥ അവകാശികളാകുന്ന അവരുടെ ആ സമസ്ത എന്ന പേരിനെ തന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് ചാർത്തി എടുക്കുകയും അത് ചേളാരിക്ക് ചാർത്തി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് അതിന്റെ മറുപക്ഷത്തുള്ള സുന്നികൾ ക്ഷുഭിതരായി എതിരെ വോട്ട് ചെയ്തിട്ടുണ്ടാകാം. ഉണ്ട് നമ്മൾ പറയുന്നില്ല, ഉണ്ടാകാം. അതിനുള്ള കാരണം അവരുണ്ടാക്കി. അത് ഈ പാർട്ടിയാണ് അതിന് ഉത്തരവാദി. ആരുടെ വോട്ട് കിട്ടുമെന്ന് തിരിച്ചറിയാനുള്ള കേഡറിസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും വാക്കുകൊണ്ടുള്ള പിന്തുണ കൊണ്ട് മാത്രം കാര്യമില്ല, ഫിസിക്കലായ പിന്തുണ ഉണ്ടാവണമെന്ന് ഉറപ്പുവരുത്താനുള്ള കഴിവ് ഇന്നുള്ള നേതാക്കന്മാർക്ക് അതിലില്ലാതെയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വോട്ടില്ലാത്ത ഒരു വിഭാഗത്തിനെ വോട്ട് ബാങ്ക് എന്ന് വിശ്വസിക്കുകയും വോട്ട് ബാങ്ക് അവഗണിച്ച് അവരെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി വാക്കുകളുമായി മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ കക്ഷത്തുള്ളത് വിട്ടുകൊണ്ട് പറക്കുന്നതിനെ പിടിക്കാൻ വേണ്ടി കൈപൊക്കിയ അവസ്ഥയാണ് ഉണ്ടായത്. പറക്കുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിൽ ഉണ്ടായത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ഈ ഒരു അവസ്ഥയാണ് അവർക്കുണ്ടായിട്ടുള്ളത്. അത് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ കേഡറിസമൊക്കെ ഉദ്ധരിക്കുന്നവർക്ക് ആരൊക്കെ വോട്ട് ചെയ്യുമെന്ന് മണത്തറിയാനുള്ള കഴിവ് പോലും ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഓരോ ബൂത്തിലും എത്ര വോട്ട് നമുക്കുണ്ട് എന്നൊക്കെ തിട്ടപ്പെടുത്താനുള്ള പല പദ്ധതികളും അവർക്കുണ്ട് എന്ന് അവകാശപ്പെടാറുണ്ട്. പക്ഷെ എന്താണ്, ആർക്ക് വോട്ട് ചെയ്യും എന്നതിനെ കുറിച്ച് നിശ്ചയമില്ലാത്ത സുപ്രഭാതത്തിന്റെ പ്രചാരകരായി പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികൾ മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. എന്താണ് ആ സുപ്രഭാതം
യഥാർത്ഥ സുന്നികളുടെ ആശയങ്ങൾക്കെതിരെ നീങ്ങാൻ, അവരുടെ സംഘടനാപരമായ വിശേഷങ്ങൾക്കെതിരെ നീങ്ങാൻ വേണ്ടി രൂപീകരിച്ചൊരു പത്രമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ എല്ലാ നിലക്കും പിന്തുണ നിരുപാധികം കിട്ടിയിരുന്ന വിഭാഗത്തിനെ ചൊടിപ്പിക്കുകയും അവരുടെ ദേഷ്യം സമ്പാദിക്കുകയും ചെയ്തു. അതുവഴി അവരിൽ നിന്ന് കിട്ടാനുള്ള വോട്ട് ചിലപ്പം ഒരുപക്ഷെ നഷ്ടപ്പെട്ടിരിക്കാം. അത് സ്ഥിരമായ നഷ്ടപ്പെടലല്ല, തെറ്റുകൾ തിരുത്തി ചേളാരിയെ അവഗണിച്ച് സമസ്ത എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള സുന്നികളാണ് എന്ന് അംഗീകരിക്കുകയും അവരുടെ പിന്തുണയ്ക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്താൽ ഇനിയും അവർക്ക് വീണ്ടെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊന്നും ചിന്തിക്കാതെ ചേളാരികളിൽപ്പെട്ട ഒരു ശതമാനം ഉൾക്കൊള്ളുന്ന ഷജറ എന്ന് പറയുന്ന വിഭാഗം, അവരിൽപ്പെട്ട ചിലരാണ് ഈ പ്രചരണം ഏറ്റെടുത്തിരുന്നത്. ഞങ്ങൾ LDF പിന്തുണയാണ് എന്ന്. 18 മണ്ഡലങ്ങളിലും അങ്ങനത്തെ ആളുകൾ പ്രചരണം നടത്തിയത് UDF വേണ്ടിയാണ് എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായില്ല. കാരണം അവരുടെ ലക്ഷ്യം UDF ആണ്. അവരുടെ എതിർപ്പ് ഈ 2 സ്ഥാനാർത്ഥികളോടാണ്. പക്ഷെ ആ എതിർപ്പ് ചേളാരി വിഭാഗത്തിന് മൊത്ത എതിർപ്പല്ല. ചേളാരി വിഭാഗം മൈനസ് ലീഗ് 0 ആണ് അതിന്റെ ഫലം വരിക. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്ക് ഇനിയെങ്കിലും ഉണ്ടായാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ അവർക്ക് കഴിയും. ഇനിയും പ്രതീക്ഷ കൈവിടേണ്ടതില്ല. സുന്നി വോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും നമുക്ക് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോയാൽ അത് പ്രായോഗികമല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് പ്രകോപിപ്പിക്കാതെ നിന്നവർക്ക് അതിന്റെ ഫലം കിട്ടിയിട്ടുണ്ട് എന്ന് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവരുടെ ബന്ധപ്പെടലുകളും അവരുടെ മൗനവുമൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇതിൽ നിന്നെങ്കിലും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്തു വരാനിരിക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിലും അതുപോലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിലുമൊക്കെ ശക്തമായ രീതിയിൽ അവർ മുന്നോട്ട് വന്നാൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇവിടെയുള്ള സുന്നികളിൽ മഹാഭൂരിഭാഗവും ബാബരി മസ്ജിദ് കോൺഗ്രസ് തകർത്തതിന്റെ പേരിൽ അവരോട് എതിർപ്പുണ്ട് എങ്കിലും മറ്റുള്ള വിഷയത്തിലൊക്കെ കോൺഗ്രസുമായി സഖ്യമാകാമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ബാബരി മസ്ജിദ് തകർത്തു എന്നുള്ള ഏറ്റവും മാപ്പുറഹിക്കാത്തൊരു തെറ്റിനെ അവർ കൂട്ടുനിന്നവരാണ്. തെറ്റ് അവർ തന്നെ ചെയ്തവരാണ്. അതേസമയം സുന്നികൾക്കെതിരെ ശക്തമായി നീങ്ങുന്ന ഒരു പാർട്ടിയുടെ ഹൈജാക്കിന് മുമ്പിൽ എപ്പോഴും അവര് വശംവദരായി ചൂളിപ്പോകുന്നത് കൊണ്ട് സുന്നികൾക്ക് അവരെ പിന്തുണക്കാൻ പറ്റാത്തതിലുള്ള ഗതികേട് കൊണ്ടാണ് ആദർശപരമായി പൊരുത്തമില്ലാത്തവരാണെങ്കിൽ പോലും ഇവരെയൊക്കെ പലപ്പോഴും വോട്ട് ചെയ്ത് വിജയിപ്പിക്കേണ്ടി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സുന്നികൾക്ക് ഇവരോട് വോട്ട് ചെയ്യാൻ ഇപ്പോൾ ഒരു വിമിഷ്ടം വരാൻ കാരണം ഇവരുടെ യുവജന സംഘടനയെ നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇസ്ലാമിക ശരീഅത്തിനെതിരായുള്ള പ്രവർത്തനങ്ങൾ കലാലയങ്ങളിലും മറ്റുമൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി ഘോരഘോരം വാദിക്കുകയും ഇസ്ലാമിന്റെ ആശയങ്ങളെ പല്ലിളിച്ച് എതിർക്കുകയും ചെയ്യുന്ന DYFIന്റെ ശക്തമായ പ്രവർത്തനം കാണുമ്പോൾ ആർക്കും ആ പാർട്ടി വിജയിപ്പിക്കാൻ തോന്നുകയില്ല, മുസ്ലിങ്ങൾക്കാർക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ന്യൂനതകൾ കാരണമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF തറപറ്റിയത് എന്നും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്താൻ തയ്യാറായാൽ ഇനിയും അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നും ഉണർത്തുകയാണ്.